കേരളം ഉടലെടുത്തതിന് ശേഷം ഇതുവരെയും ഒരു അഴിമതിയും നടത്താതെ സ്വതന്ത്രമായ വീക്ഷണത്തിൽ കൂടി അർഹതപ്പെട്ട യുവാക്കൾക്ക് ജോലി നൽകപ്പെടുന്ന ഒരു പ്രവണതയാണ് PSC നിർവഹിച്ചു വരുന്നത്. അതിനോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും നിലവിലുണ്ട്. കഴിഞ്ഞ UDF ഭരണകാലത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് താൽക്കാലിക ജീവനക്കാരെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ കലക്ടറേറ്റ് ഒരു സമരക്കളമാക്കി മാറ്റി എല്ലാ അക്രമങ്ങളും നടത്താൻ DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്രമായ ഒരു വേഷം, ഒരു സ്വതന്ത്രമായ ഒരു സംവിധാനം, അതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നേരത്തെ അൻസാരിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ